കല്യാണി നിക്കവിടെ. എന്റെ ഭഗവതി, മാഡം ദേഷ്യത്തിലാണല്ലോ. അമ്പലത്തിൽ നടന്ന കാര്യം മാഡം അറിഞ്ഞിട്ടുണ്ടാവോ? ദേവി കാക്കണേ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായല്ലേ? മാഡം അത് ഞാൻ മിണ്ടരുത്. പലരും എതിർത്തെങ്കിലും നിന്നെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? കല്യാണി, എന്നോട് നീ ഇങ്ങനെ ഒരു മര്യാദകേട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെ, ഞാനും ആന്റി നിന്നെ ഈ വീട് മുഴുവൻ തിരക്കി. എവിടുന്ന് കിട്ടി നിനക്ക് ധൈര്യം? എന്തിനാ കല്യാണി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ? മാഡം മാഡം എന്നോട് ക്ഷമിക്കണം. ഒന്ന് തൊഴാനാ ഞാൻ അമ്പലത്തിൽ പോയത്. അപ്പൊ അവിടെ വെച്ച്. അതെ, അത് തന്നെയാ നീ ചെയ്ത തെറ്റ്. നീ ഒറ്റയ്ക്കൊരിടത്ത് പോവാതിരിക്കാനാ നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചത്. എന്നിട്ടും ആരോടും ഒരു വാക്ക് പോലും പറയാതെ അമ്പലത്തിൽ പോയതിനാ ഇപ്പം നിന്നെ ഞാൻ തല്ലിയത്. മനസ്സിലായോ? അയ്യേ, അപ്പൊ അവിടെ നടന്ന സംഭവം ഒന്നും അഖില അറിഞ്ഞിട്ടില്ലേ? കൊള്ളാം. നോക്ക് കല്യാണി, അന്ന് നീ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോയപ്പോഴാ പ്രിയങ്കയുടെ ആൾക്കാർ നിന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് നീ അങ്ങ് മറന്നോ? കുറഞ്ഞ പക്ഷം പുറത്തു പോയപ്പോ എന്നോടെങ്കിലും നിനക്കത് പറയായിരുന്നു. ഞാൻ വന്നേനല്ലോ നിന്റെ കൂടെ. ബെസ്റ്റ്. ഇവൾക്കെന്താ അവളുടെ ബോഡി ഗാർഡായിട്ട് ജോലി കിട്ടിയ? ഒന്നും പറയണ്ട. പണ്ട് ഇവളെ കടിച്ചു കീറാൻ എന്നോട് കരാറുണ്ടാക്കിയ മോള. മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറി മറിയോ? കഷ്ടം തന്നെ. കല്യാണി, നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ചൂണ്ടയിൽ ചെറിയ മീനിനെ കൊരുത്ത് വലിയ മീനിനെ പിടിക്കുന്ന തന്ത്രമാ പ്രിയങ്ക ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ നിനക്ക് തന്ന വരം നടപ്പിലാക്കാൻ എനിക്ക് പറ്റാതെയാവണം. അതിലൂടെ എന്റെ ആത്മഹത്യയോ സർവനാശമോ അവൾക്ക് കാണണം. അതാ അവളുടെ ലക്ഷ്യം. അതിനുള്ള എളുപ്പമാർഗം നിന്നെ ഇല്ലാതാക്കുകയാ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലാവുന്നുണ്ട് മാഡം. വെറുതെ മനസ്സിലാക്കിയ പോരാ. ഇനിയെങ്കിലും ഈ കല്യാണം കഴിയുന്നത് വരെ നീ സൂക്ഷിക്കണം. എപ്പോഴും എന്ത് സംഭവിക്കും, അതാണ് ആന്റി പറയുന്നത്. സോറി മാഡം. മരിച്ചിട്ടും മരിക്കാതെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ നേർച്ചയായിരുന്നു. അതാ അമ്പലത്തിൽ പോയത്. ശരി ശരി, ഏതായാലും ഇന്ന് പോയത് പോട്ടെ. ഇനി കല്യാണം കഴിയുന്നത് വരെ നീ ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അഥവാ പോകണമെങ്കിൽ നന്ദനെ വിളിക്കണം. മനസ്സിലായോ? ശരി മാഡം, വിളിച്ചോളാം. ശരി, നീ പോയി 2 കോഫി ഉണ്ടായിക്കൊണ്ടുവാ. ഞങ്ങൾ ബെഡ്റൂമിൽ കാണും. ഇപ്പൊ കൊണ്ടുവരാം മാഡം. ഇതിപ്പോ മല പോലെ വന്നത് എലിയെ പോലെ പോയല്ലോ. ഈ വിലാസിനാന്റിക്ക് എന്താ വായിൽ കൊഴക്കട്ടയായിരുന്നോ? ഒന്നും മിണ്ടാതങ്ങ് പോവാൻ. അമ്പലത്തിൽ നടന്ന കാര്യം ഒരു വാക്ക് പോയി പറഞ്ഞിരുന്നെങ്കിൽ കാണായിരുന്നു അഖിലാന്റി തോക്കെടുക്കുന്നത്. ഇതൊന്ന് ചോദിച്ചിട്ടെന്നെ വേറെ കാര്യം. ആന്റി, ഇതിവിടെ പ്രശ്നമാണല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? തൃച്ചംബരത്തെ അടുക്കളയിൽ നിന്നും പുറത്താക്കാൻ നോക്കിയപ്പോഴേ അവളുടെ കിടപ്പിപ്പ അരമനയിലായി. കല്യാണം വരെ കല്യാണി തൃച്ചംബരത്ത് താമസിച്ചാ മതി പോലും. ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്റെ സർവാംഗം ചൊറിഞ്ഞു വരിക. ആന്റിക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വൃത്തികെട്ട അടുക്കളക്കാരിയുടെ കൂടെ റൂം ഷെയർ ചെയ്യാന്ന് വെച്ചാ എല്ലാം ഈ ആന്റി ഒറ്റ ഒരുത്തി കാരണമാ.
ആഹാ, അതുകൊള്ളാം. അതെ, ഞാനെന്ത് പിഴച്ചു? അല്ല, ഞാനാണോ അവളോട് നിന്റെ മുറിയിൽ കയറി താമസിക്കാൻ പറഞ്ഞത്? ആന്റി മുറി കയറി താമസിക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ആന്റി വിചാരിച്ചിരുന്നെങ്കിൽ അവളെ ഇതിനകം തൃച്ചംബരത്തുനിന്ന് പുറത്താക്കായിരുന്നു, ഈസി ആയിട്ട്. എന്തോ നടി നീ ഈ കിടന്ന് പുലമ്പുന്നത്, അതും ഈ എന്റെ അടുത്ത്. ഞാൻ പുലമ്പുന്നൊന്നല്ല, സത്യോ പറയുന്നത്. അവളെ പുറത്താക്കാൻ ഏറ്റവും നല്ലൊരു ആയുധം കിട്ടിയിട്ട് പോലും ആന്റി അതെടുത്ത് ഉപയോഗിച്ചില്ല. അതാ എനിക്ക് വിഷമം. ആയുധവും? എന്തായുധം? അതെ, നിനക്ക് തിന്ന് തിന്ന് തലയ്ക്ക് സാരമായ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആയുധം പോലെ ആയുധം. ഞാനെന്താ മൺവെട്ടിയും പിക്കാസുമായിട്ട് നടക്കുവാണോ ഇവിടെ? അയ്യോ, അതല്ല. ആന്റി അമ്പലത്തിൽ വെച്ച് ഏതവസ്ഥയിലാണോ അവളെയും ആനന്ദേട്ടനും കണ്ടെന്ന് എന്നോട് പറഞ്ഞത്, അതുപോലെ അഖിലാന്റിയോട് പറഞ്ഞിരുന്നെങ്കിലേ ആ കല്യാണിയെ അപ്പൊ തന്നെ പുറത്താക്കൂലായിരുന്നോ? ആന്റി ഇതിനെ പൂഴ്ത്തി വെച്ചേക്കുന്നത് അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഓ, അതോ? അത് അനുഭവം കൊണ്ടാ. ആ കല്യാണിയുടെ കാര്യത്തിൽ തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും ചെന്ന് അഖിലാണ്ടേശ്വരിയോട് പറഞ്ഞ ഒരുപക്ഷെ പുറത്താകുന്നത് കല്യാണി ആയിരിക്കില്ല, പകരം ഞാനായിരിക്കും. മാത്രമല്ല, നമ്മുടെ ചന്ദ്രൻ ഈ കല്യാണം കഴിയുന്നത് വരെ കല്യാണിയെ അഖിലയുടെ മുന്നിൽ കുറ്റപ്പെടുത്തരുതെന്നും പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ തന്നെ പറ. അതും ശരിയാ. എന്തു വന്നാലും കുഴപ്പമില്ല, ആ കല്യാണിയെ കല്യാണം കഴിച്ചേ മതിയാവുന്ന ചന്ദ്രേട്ടൻ പറയുന്നത്. അത് അങ്ങനൊരു കോന്തൻ. അതെ, അത് മാത്രമല്ല പ്രശ്നം. കല്യാണം വരെ കല്യാണിക്ക് സുരക്ഷ ഒരുക്കാൻ തൃച്ചംബരത്ത് തന്നെ വാഴിച്ചിരിക്കുന്ന അഖിലയോട് ഞാനിപ്പോ അമ്പലത്തിൽ കണ്ട കാര്യം പറഞ്ഞാൽ ചിലപ്പോ പുത്രവാത്സല്യം മൂത്ത് അഖില കല്യാണിക്ക് പച്ചക്കൊടി കാണിച്ച് തൃച്ചംബരത്തെ മൂത്ത മരുമകളാക്കിയെന്ന് വരെ വരും. അതോടെ എനിക്ക് കിട്ടാൻ പോകുന്നത് ചുവപ്പ് കൊടിയായിരിക്കും. ഈ വീട്ടിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ചുവപ്പ് കൊടി. അയ്യോ, അതെല്ലാം ചിന്തിച്ചിട്ടാ ഞാൻ ആ കാര്യം പുറത്തു പറയാത്തത്. നീയും തൽക്കാലം അത് ആരോടും വിളമ്പണ്ട. ആ ഒരുമ്പെട്ടവള് കല്യാണം വരെയല്ലേ ഇവിടെ കാണൂ. അതിനുശേഷം ചന്ദ്രപ്രതാപ് അവളെ അങ്ങ് മുംബൈയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാ അവള് പിന്നെ ഈ നാട് കാണില്ല. അതാ ചെറിയൊരു ആശ്വാസം. ഏതായാലും അവള് നിന്റെ മുറിയിൽ താമസിക്കുന്നത് കാര്യമായി. എപ്പോഴും അവളുടെ മേലൊരു കണ്ണ് വേണം, അറിയാലോ നിനക്ക്? അറിയാൻഡി, അറിയാം. അത് ഞാൻ ഏറ്റു. അതെ, അവള് വരാൻ സമയമായി. ഞാൻ അങ്ങോട്ട് പോട്ടെ. വല്ല സ്പെഷ്യൽ ന്യൂസും കിട്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ആഹാ, അതെ അതെ. പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തേക്കും. ആദ്യം ഞങ്ങളുടെ ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ ചർച്ച ചെയ്യണം. അതെ അതെ. ഓക്കെ ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ, ശരി ശരി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വീട് ബായ്. ഇവൻ ആളടിച്ച് സെറ്റാണല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. അടിപൊളി. അമ്മയോടുള്ളത് നന്നായി. ആ ചോടോ ബായ്, എന്നെ പിടിക്കരുത്. പിടിച്ചാ ഞാൻ വീഴും. പിടിക്കരുത് പ്ലീസ്. എന്ത് പറ്റി ബ്രോ? കുസ്നായി. അല്ല ബായ്, ഇപ്പോഴാണോ ഓഫീസിൽ പോന്നെ? ഇങ്ങനെ ലേറ്റായി പോയ സ്റ്റാഫുകളൊക്കെ കൃത്യസമയത്ത് വരുമോ? ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ ബായ്? കൊള്ളാം, എന്നെ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്ന സാറേ. ബ്രോ, ഇവൻ ഈ കൊഞ്ച് പരുവത്തിൽ എവിടുന്ന് കിട്ടി? ഓ, ഒന്നും പറയണ്ട. വരുന്ന വഴി റോഡിൽ കിടന്ന് അടി വാങ്ങുന്നുണ്ടു. അവിടുന്ന് പിടിച്ചു കയറ്റി കൊണ്ടുവന്നത്. ആ ബെസ്റ്റ്. പിന്നെ ഈ CP അടിക്കാൻ അമ്മമാര് ഇനിയും ജനിക്കണം. ഇത് കേരളമായി പോയി. മുംബൈയിലായിരുന്നെങ്കിലേ അവനെയൊക്കെ ഞാൻ. പ്ലീസ് 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 പ്ലീസ്. വെല്ലുവിളിയൊക്കെ കൊള്ളാം, പക്ഷേ വയറ്റിന്ന് ആയുധം എടുക്കരുത്. മനസ്സിലായില്ലേ? വാള് വെക്കരുതെന്ന്. ഏതായാലും ബായ് അകത്തേക്ക് ചെന്നാട്ടെ. അവിടെ ഒരു സ്വീകരണ കമ്മിറ്റി കാത്തിരിപ്പുണ്ട്. വാ മോനെ.
വാടാ. പിടിക്കരുത്. വാ. എന്നെ പിടിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞേ. വീട് അയ്യോ വീടാൻ എന്തു പറ്റി ചന്ദ്ര? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ആന്റി ജി. ആ ബേൻജി ഗുഡ് മോർണിംഗ്. നീ കുടിച്ചിരിക്കുകയാണല്ലേ? കൊള്ളാം. ആന്റി ഇപ്പൊ ഉറക്കണേറ്റേ ഉള്ളോ? അതെ, വീട്ടിലെ പെണ്ണുങ്ങള് രാവിലെ എണീറ്റില്ലെങ്കിൽ വീട്ടിൽ മൂദേവി കയറും. മുംബൈയിലായിരുന്നെങ്കിലേ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ കുടിച്ചിട്ടുണ്ടോന്ന്? കുടിയൊന്നുമല്ല, വെറുതെ ഒന്ന് കമഴ്ത്തിയതാ. ഇതാണ് മുംബൈ മരുമോന്റെ അസൽ രൂപം. കൊള്ളാം. തൃച്ചംബരം മഹൽ കാ സിംഹാസൻ. എന്റെ ഭയങ്കര ഒരു ആഗ്രഹം ഇതിലൊന്നിരിക്കണമെന്ന്. അയ്യോ അയ്യോ എന്റെ ദേവി, എടാ എഴുന്നേക്ക്. അയ്യോ അവ കുടിച്ചല്ല നശിപ്പിക്കുമല്ലോ. എടാ എഴുന്നേക്ക്, ചേച്ചി ഇപ്പൊ വരും. ബ്രോ, മിക്കവാറും ഇവനെ നാളെ അമ്മ മുംബൈയിലേക്ക് പാക്ക് ചെയ്യും. വിനാശകാല വിപരീത ബുദ്ധിന്നാ. എന്താ ഇവിടെ? യോ അമ്മ. കൊച്ചിനായി ആന്റി ജി. ഇവരെല്ലാം രാവിലെ നല്ല ഫിറ്റാ. ഞാനൊരാളെ ഉള്ളു പച്ചക്ക്. അയ്യോ ഇതാണ് ആകാശത്ത് കൂടെ പോണ വയ്യാവേലി ഏണി വെച്ച് പിടിക്കാന്ന് പറയണം. വിലാസിനി, അയ്യോ ചേച്ചി, ഞാനൊന്നും അറിഞ്ഞതല്ല ചേച്ചി. ശരി ശരി, എനിക്ക് നല്ല ക്ഷീണം. നിങ്ങൾ സംസാരിക്കുക, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാം നശിപ്പിച്ച്. എന്തായി കാണുന്നതൊക്കെ? നിങ്ങളാരും എന്താ ഒരു ഉത്തരം പറയാത്തത്? ഞാൻ പറയാ സാർ. സാർ, ഈ ചന്ദ്രൻ ഏതോ ബാറിൽ നിന്നും മദ്യവെച്ച് വഴി കിടന്ന് വഴക്കുണ്ടാക്കായിരുന്നു. ആളുകൾ തല്ലാൻ ഓടിച്ചപ്പോ അതുവഴി വന്ന് എനിക്കത് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ യാദൃശ്യമായി എത്തിയ വെല്ലുവിഞ്ഞ് ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരായിരുന്നു. നിന്നെയൊക്കെ ഞാൻ മുമ്പേ നാളെ ഇറക്കി അടിച്ചിടണം. ബദ്മാസ്. അറിഞ്ഞൂടാ നിനക്കൊന്നും CPA. ദാസേട്ടാ, ഇവന്റെ കാര്യത്തിൽ ഞാൻ നാളെ രാവിലെ ഒരു തീരുമാനം പറയാം. ഇവിടെ ആരും ഇനിയിപ്പോ കാത്തു നിൽക്കണമെന്നില്ല. എല്ലാവർക്കും പോവാം. ഭക്ഷണേട്ടാ. വിലാസിനി, ഇവനെ വലിച്ചെടുത്ത് റൂമിൽ കൊണ്ടിട്. ബോധം വന്നില്ലെങ്കിൽ ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചന്ദ്രേട്ടാ എഴുന്നേക്കടാ. ചന്ദ്രേട്ടാ വീണ്ടും നേരം വെളുത്തോ? വായടക്കടാ, എന്തൊരു നാറ്റം. ഇങ്ങോട്ട് എഴുന്നേക്കടാ. ചന്ദ്രേട്ടാ എഴുന്നേക്ക്. നിനക്കെന്റെ സ്വഭാവം അറിയാലോ. എഴുന്നേക്കടാ. അങ്ങോട്ട് വാ. അടക്ക്. പോ.
अब एक रंग है रंग है ഓ ദേ ഇവിടെയും കൂടെ നീ ഛർദിച്ച് കൊളാക്കരുത്. വൃത്തികെട്ട റാസ്കൽ. എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയോ അഖിലാണ്ടേശ്വരിയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചു ഈ നാണം കെട്ടവൻ. ദേ ആന സ്വയം തലയിൽ മണ്ണ് വാരിയിടുമെന്ന് കേട്ടിട്ടുണ്ട്. നീ നിന്റെ ജീവിതത്തിലാ മണ്ണ് വാരിയിട്ടത്, കേട്ടോടാ. ഇനി ഈ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. എനിക്കറിയാം. ദേ അഖിലാണ്ടേശ്വരി ഇനി ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എല്ലാം ഒറ്റ ദിവസം കൊണ്ടാ നീ നശിപ്പിച്ചിട്ടിരിക്കുന്നത്, വൃത്തികെട്ട കാലൻ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആന്റി. ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്ക്. ഇനി എന്താ ആലോചിക്കാൻ? നാളെ ഒരു തീരുമാനം പറയാന്ന് പറഞ്ഞിട്ടല്ലേ അഖില പോയിരിക്കുന്നേ. ഓ എനിക്കറിയാം, ഉറപ്പായിട്ട് ഈ കല്യാണം വേണ്ടാന്ന് വെക്കും. അതാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഞാൻ കുറെ കാലമായിട്ട് കാണുന്നതല്ലേ. എന്തിനാ ആന്റി വീണ്ടും വീണ്ടും നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ കല്യാണം മുടക്കാൻ പ്ലാൻ ചെയ്യുന്നേ? കല്യാണി എനിക്ക് വേണം, കല്യാണി എനിക്ക് വേണോന്ന് സംജാ. എടാ മരമാക്രി, നിന്നെ ഞാൻ എനിക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക അവിടെ. ദേ ഇനി നീ വാ തുറന്നാലുണ്ടല്ലോ നിന്റെ വായില് ദേ സൈനൈഡ് ഒഴിച്ചു തരും ഞാൻ, പറഞ്ഞില്ലെന്ന് വേണ്ട. കഷ്ടപ്പെട്ട് ഉറപ്പിച്ച കല്യാണം മുടക്കി വെച്ചിട്ട് ഞങ്ങളാണോ നിന്റെ കല്യാണം മുടക്കാൻ നടക്കുന്നേ? മൂക്കറ്റം കുടിക്കുമ്പോ ആലോചിക്കണായിരുന്നു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യനായിരുന്നു. ഡേ നീ പോയി കുറച്ച് തൈര് എടുത്തിട്ട് വാ, ഒരു നാരങ്ങ മുറിച്ചതും. എന്തിനാ ആന്റി? ഓ പുഴുങ്ങി തിന്നാൻ. അയ്യോ ഇത് ഇങ്ങനെ ഒരു സാധനം. പോയി എടുത്തോണ്ട് ഓടി പോ. मेरे साथ अब एक रंग है मेरे साथ अब एक रंग है. ഇനി നിന്റെ ശബ്ദം വെളി കേട്ടാ തലമണ്ട അടിച്ചു പൊളിക്കും ഞാൻ, പറഞ്ഞില്ലെന്ന് വേണ്ട. അവന്റെ ഒരു പാട്ട്. मेरे ആന്റി മോരേ ഉള്ളൂ, തൈരില്ല. ആ ഇതാ നാരങ്ങ. അയ്യ ആന്റി മോര് വേണ്ട, മോര് കുടിച്ചാ കെട്ടിറങ്ങും. അയ്യോ കുടിച്ചത് വേസ്റ്റ് ആക്കാൻ പാടില്ല, അതുകൊണ്ടാ. മര്യാദക്ക് വാ തുറന്നോ. ജയന്തി പിടിക്കടി ഇവനെ, അതവിടെ വെക്ക്. പിടിക്ക്. വാ തുറക്കടാ, വാ തുറക്കടാ. ഇട വാ തുറക്കാൻ. തുറക്കങ്ങോട്ട്. ആ മോരിങ്ങെടുക്ക്, മോരിങ്ങെടുക്ക്. തുറക്കല്ലേ പറഞ്ഞേ. തുറക്കടാ വാ. ഇതെവിടെ വെക്ക്. ഛർദിച്ചാലുണ്ടല്ലോ തലമണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. കുടിക്കടാ ബാക്കി. കുടിക്കടാ. മക്കള് രണ്ടും ഉറങ്ങി. ഉറക്കം വരാതെ നെഞ്ചു നൊന്തിരിക്കുന്നത് ഞാൻ മാത്രം. നീ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് കല്യാണമാവാതെ വീട്ടിലിരുന്ന അതെന്നും അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിലൊരു നീറ്റലായിരിക്കും. പിന്നീട് കെട്ടിച്ചു വിട്ട ശേഷം പയ്യൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്ന അതതിനേക്കാൾ വലിയ നരകവേദനയാണ്. ഒരു തരത്തിൽ ചെകുത്താനും കടലിനും നടുവിലാകുന്ന ഒരവസ്ഥ. അവിടെയാ ഞാനിനി എന്ത് വേണം സുധേ? നീ തന്നെ പറ.